വാർത്തകളിലേക്ക് വിശദമായി കടക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പോകുന്നത് ശബരിമലയിലേക്കാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് സ്വർണം വാങ്ങിയ ഇനത്തിൽ 1.5 കോടി രൂപ നൽകിയെന്ന് ബെല്ലാരിയിലെ വ്യാപാരി ഗോവർദ്ധൻ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിന്റെ രേഖകൾ SITക്ക് കൈമാറി ഗോവ സ്മാർട്ട് ക്രിയേഷൻ സ്ഥാപകൻ പങ്കജ് ഭണ്ഡാരിയെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. ഇതിനായി തിങ്കളാഴ്ച അപേക്ഷ നൽകും. ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷയും തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ നൽകും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണത്തിൽ അലംഭാവം കാണിക്കരുതെന്ന് കോടതി ഇന്നലെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി TG സജിത്ത് ചേരുന്നുണ്ട്. സജിത്ത്, ഗുഡ് മോർണിംഗ്. ഈ നൽകിയിരിക്കുന്ന മൊഴി അത് വളരെ നിർണായകമായൊരു മൊഴിയാണ്. അത് കേസിനെ ഏതൊക്കെ രീതിയിൽ ഇനി വഴിതിരിച്ചു വിടും? എന്തൊക്കെയായിരിക്കും SITയുടെ ഇനിയുള്ള നീക്കങ്ങൾ? അനുശ്രീ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ ശബരിമല സ്വർണ്ണക്കുള്ള ഒരു ഇടവേളയ്ക്ക് ശേഷം അന്വേഷണ സംഘത്തിന്റെ പുതിയ നീക്കങ്ങളാണ് ഉണ്ടാവുന്നത്. അതിൽ അനുശ്രീ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ ഹൈക്കോടതിയിലെ കടുത്ത വിമർശനങ്ങൾക്ക് തൊട്ട് പിന്നാലെയാണ് ചില നിർണായകമായ അറസ്റ്റുകൾ നടക്കുന്നത്. അറസ്റ്റിൽ ഏറ്റവും സുപ്രധാനം, ഈ കേസിൽ സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുമെന്ന് കരുതിയ 2 പേരാണ് പ്രതിപ്പട്ടികയിലേക്ക് വരികയും അവരുടെ അറസ്റ്റ് ഉണ്ടാവുകയും ചെയ്തത്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമതയും മറ്റൊന്ന് ജ്വല്ലറി വ്യാപാരി, സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനുമാണ്. ഇരുവരും ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത ആദ്യ 2 കേസുകളിലും സാക്ഷി പട്ടികയിലാണ്. കാരണം ആ രീതിയിലാണ് അവരെ ഉൾപ്പെടുത്തി മുന്നോട്ട് പോയത്. ഇവർക്ക് കേസിൽ നേരിട്ട് ബന്ധമില്ല, ഇവർ തട്ടിപ്പിൽ നടത്തിയിട്ടില്ല എന്ന നിഗമനത്തിലാണ് മുന്നോട്ട് പോയത്. പക്ഷേ ഈ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമയെ തുടർച്ചയായ ചോദ്യം ചെയ്യലിൽ മൊഴിയിലുണ്ടായ പൊരുത്തക്കേടുകളാണ് വീണ്ടും അന്വേഷണം മുറുകുന്നതിനും ഒടുവിൽ അറസ്റ്റിലേക്ക് വഴിവെക്കുകയും ചെയ്തത്. ഒടുവിൽ ഒരു വലിയ മാഫിയ ഇവർ 3 പേരും ഉൾപ്പെടുന്ന സംഘം നടത്തിയെന്ന കണ്ടെത്തലിലേക്കാണ് അന്വേഷണ സംഘം എത്തുന്നത്. ഒന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി, മറ്റൊന്ന് സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി, മറ്റൊന്ന് ഗോവർദ്ധൻ, സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ. അപ്പോൾ ഇവർ നടത്തിയ നീക്കങ്ങളിലെ വലിയ സംശയകരമായ സാഹചര്യങ്ങളിലേക്കാണ് അന്വേഷണ സംഘം പോകുന്നത്. ഇതിലേറ്റവും പ്രധാനമായും സ്വർണം കൈമാറിയതിന് പണം വാങ്ങിയതിനുള്ള രേഖകളടക്കം ഇന്നലെ ഇവരിൽ നിന്നും അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റിപ്പോർട്ടുകൾ ഉടൻ തന്നെ കോടതിക്ക് മുൻപാകെ എത്തുമെന്ന് കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം ഈ സ്മാർട്ട് ക്രിയേഷൻസ് ആദ്യം ഉന്നയിച്ചിരുന്ന വാദം, തങ്ങൾക്ക് ആദ്യം ഒന്ന് സ്വർണം പൂശിയ പാളിയിൽ വീണ്ടും സ്വർണം പൂശാനുള്ള ടെക്നോളജി ഇല്ല എന്ന വാദമാണ് ഉന്നയിച്ചിരുന്നത്. ഒപ്പം അവിടെ എത്തിച്ചത് ചെമ്പുപാളി. ഇങ്ങനെ വ്യത്യസ്തമായ പല മൊഴികളുമാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഉടമ അന്വേഷണ സംഘത്തിന് മുന്നിൽ നൽകിയിരുന്നത്. പക്ഷേ ഇതിലേറ്റവും നിർണായകമായ ഒരു കാര്യം, ശബരിമലയിൽ കഴിഞ്ഞ തവണ കോടതിയിൽ 3ാമത് റിപ്പോർട്ട് നൽകിയപ്പോൾ അന്വേഷണ സംഘം SIT ആവശ്യപ്പെട്ട ഒരു കാര്യം, ശബരിമലയിൽ ചില ശാസ്ത്രീയ പരിശോധനകൾ ആവശ്യമാണ്. അവിടെ സന്നിധാനത്ത് സ്വർണം പൂശിയ ആ വസ്തുക്കളിൽ ചില ശാസ്ത്രീയ പരിശോധനകൾ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ അവിടെ നിലവിലുള്ള സ്വർണത്തിൻ്റെ സാമ്പിൾ ശേഖരിക്കുകയും സ്മാർട്ട് ക്രിയേഷൻസിലെത്തി നേരത്തെ ശേഖരിച്ച സാമ്പിളും തമ്മിലുള്ള ഒത്തുനോക്കലാണ് ഇതിലേറ്റവും നിർണായകമായത്. ഇത് സംബന്ധിച്ച് കൃത്യമായ ചില തെളിവുകൾ കൂടി രേഖപ്പെടുത്തി. ഇതോടുകൂടി സ്മാർട്ട് ക്രിയേഷൻസിനെ വീണ്ടും ചോദ്യം ചെയ്യുന്നു. ഈ ചോദ്യം ചെയ്യലിലാണ് ചില കുറ്റസമ്മതങ്ങളും വീഴ്ചകളും ഇവർ തുറന്നു പറയുകയും ചെയ്യുന്നത്. അതാണ് ഒടുവിൽ അറസ്റ്റിലേക്ക് പോവുകയും ചെയ്യുന്നത്. എന്തായാലും സംഭവിച്ചിരിക്കുന്നത് ഒരു വലിയ ഗുരുതരമായ സ്വർണ്ണക്കടത്ത് തന്നെയാണ്. ഒരു ബോധപൂർവമായി നടന്ന വലിയ നീക്കങ്ങളാണ്. ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പങ്കും ഒപ്പം തന്നെ ഈ സ്മാർട്ട് ക്രിയേഷൻസ്, ഈ സ്വർണം വേർതിരിച്ചെടുക്കുന്ന സ്ഥാപനത്തിൻ്റെയും ഒപ്പം തന്നെ സ്വർണ്ണ വ്യാപാരിയുടെയും പങ്കടക്കം വ്യക്തമാക്കുന്ന തെളിവുകൾ ശേഖരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ നീക്കമുണ്ടായിരിക്കുന്നത്. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ കോടതി നേരിട്ട് നിരീക്ഷിക്കുന്ന ഒരു അന്വേഷണമാണ്. ഇതിൽ വീഴ്ചകൾ, പിഴവുകൾ സംഭവിക്കുന്നു എന്ന കാര്യം കൂടി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അന്വേഷണത്തിൻ്റെ തുടർ നീക്കങ്ങൾ അങ്ങേയറ്റം നിർണായകമാണ് എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. കോടതി സൂചിപ്പിച്ച വമ്പൻ സ്രാവുകൾ ആരൊക്കെ, ആ സ്രാവുകളിലേക്ക് അന്വേഷണം എത്തുമോ എന്നതും പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ ഒരു പകൽ ദിവസത്തിൻ്റെ പ്രത്യേകത, ശബരിമല കേസുമായി ബന്ധപ്പെട്ട് 2 സുപ്രധാന നീക്കം കൂടി അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന സൂചന കൂടിയുണ്ട്. അതിലൊന്ന്, 2019 ഭരണസമിതി അംഗങ്ങളായ A. വിജയകുമാറിനെയും KP ശങ്കരദാസിനെയും അറസ്റ്റ് ചെയ്യുമോ, അവരെ കൂടി ഈ അന്വേഷണത്തിൻ്റെ നീക്കത്തിലേക്ക് കൊണ്ടുവരുമോ എന്ന ചോദ്യമാണ്. 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാർ മാത്രമാണ് ഇപ്പോൾ അറസ്റ്റും പോലീസിൻ്റെ അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിലുമുള്ളത്. അതിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് അന്വേഷണം നടക്കുന്നില്ല എന്ന ചോദ്യമുണ്ട്. സംസ്ഥാനത്തെ ഒരു പോലീസ് ഉന്നതൻ്റെ പിതാവ് കൂടിയാണ് KP ശങ്കരദാസ്. സ്വാഭാവികമായും അത്തരം സംരക്ഷണമൊക്കെ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടോ എന്ന ചോദ്യം കൂടി ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും കോടതി തന്നെ വ്യക്തമാക്കുന്നു, വമ്പൻ സ്രാവുകൾ എന്ന് പരാമർശം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടുകൂടി ആ തരത്തിലേക്ക് അന്വേഷണം കിടക്കേണ്ട സാഹചര്യമാണ്. അതുകൊണ്ട് SITക്ക് മുന്നിൽ വലിയ സമ്മർദ്ദമുണ്ട് എന്ന് മാത്രമല്ല, കൂടുതൽ വലിയ രീതിയിലേക്ക് അന്വേഷണം കടക്കണം എന്നുകൂടിയാണ് ഈ കോടതി വിമർശനത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഇന്ന് സ്വാഭാവികമായും അത്തരം നീക്കങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. സജിത്ത്, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളിയിൽ ഒരു അന്താരാഷ്ട്ര ബന്ധമുണ്ടെന്ന് നേരത്തെ തന്നെ ആക്ഷേപങ്ങളൊക്കെ ഉയർന്നിരുന്നു. ഇപ്പോൾ ഈ ഗോവർദ്ധന്റെ മൊഴി
ചെന്ന് നിൽക്കുന്നത് ഈ അന്താരാഷ്ട്ര ബന്ധത്തിലേക്ക് തന്നെയാണോ? ഇനി കൂടുതൽ ആളുകൾ ഇതിൽ കുടുങ്ങാനുള്ള സാധ്യതയും കൂടുതലായിരിക്കില്ലേ? അനുശ്രീ, തീർച്ചയായിട്ടും അത് തള്ളിക്കളഞ്ഞുകൂടാ. പ്രത്യേകിച്ച് ഇഡിയുടെ അന്വേഷണമാണ് ഒരുപക്ഷെ അതിൽ നിർണായകമാവുക. കാരണം പുരാവസ്തു തട്ടിപ്പ് നടന്നു എന്നതാണ്. അതായത് സ്വർണത്തിന്റെ ആക്ച്വൽ മൂല്യത്തിനപ്പുറം, ആ സ്വർണത്തിന് ഉള്ള പണത്തൂക്കം തട്ടിച്ചു നോക്കിയുള്ള പണമിടപാടിനപ്പുറമുള്ള പുരാവസ്തു തട്ടിപ്പ്, അതിൻ്റെ പഴക്കം, അതിൻ്റെ മൂല്യം, ശബരിമല എന്ന തന്ത്രപ്രധാനമായ ഇടത്ത് നിന്നിരുന്ന സ്വർണം, അതിന് കിട്ടുന്ന ഒരു വാല്യൂ, ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു പുരാവസ്തു തട്ടിപ്പ് നടന്നു എന്ന സംശയം തുടക്കം മുതൽ തന്നെ കോടതി തന്നെ ഉന്നയിച്ചതാണ്. അതിലേക്ക് കൂടി ഇനി അന്വേഷണം കടക്കുന്നു എന്നതാണ് സാഹചര്യം. ഇവർക്കിടയിൽ ഒരു ഇടനിലക്കാരനുണ്ടായിരുന്നു. ആ ഇടനിലക്കാരൻ അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് ഇതെത്തിക്കുന്നതിന് വേണ്ടി നീക്കങ്ങൾ നടത്തിയോ, അതെന്തൊക്കെ എന്നതായിരിക്കും നടത്താൻ പോകുന്ന അന്വേഷണം. ഒരുപക്ഷെ ഇതിൽ നടന്ന പണമിടപാട് അന്വേഷണത്തിലേക്ക് ഇ ഡി കൂടി കടന്നു വരികയാണ്. നമുക്കറിയാം, ഇന്നലെ ഇ ഡിക്ക് എല്ലാ രേഖകളും കൈമാറാൻ കോടതി, കൊല്ലം വിജിലൻസ് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായും ഇന്ന് അതിൻ്റെ തുടർ നീക്കങ്ങൾ ഉണ്ടായേക്കാം. അന്വേഷണ സംഘം നിലവിൽ അവരുടെ കൈവശമുള്ള അവർ എടുത്ത FIR, ഒപ്പം തന്നെ റിമാൻഡ് റിപ്പോർട്ട്, മൊഴികളുടെ വിശദാംശങ്ങൾ, ഇതൊക്കെ ഇ ഡിക്ക് കൈമാറേണ്ടി വരും. ഇ ഡിക്ക് കൈമാറുന്ന ഈ രേഖകളിൽ ഇ ഡി കൂടി നീക്കം നടത്തുകയാണ്. ഇതിനകം തന്നെ പ്രാഥമികമായ വിവരശേഖരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തി കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അന്താരാഷ്ട്ര ബന്ധങ്ങളിലേക്കും വിദേശ പണത്തിന്റെ ഇടപാടടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടി അന്വേഷണം കടക്കുകയാണ്. അതാണ് ഈ കേസിലേക്ക് ഇപ്പോൾ ഇ ഡി കൂടി കടന്നു വരുമ്പോൾ ഈ കേസിലുണ്ടാകുന്ന മാറ്റങ്ങൾ അതെന്തൊക്കെയായിരിക്കും? ഇ ഡി വളരെ നിർണായകമായ നീക്കം തന്നെയാണ് ഇതിൽ നടത്താൻ പോകുന്നത്. കാരണം വലിയ സാമ്പത്തിക ഇടപാടുകൾ നടന്നു എന്നതാണ് അവർ അന്വേഷിക്കുന്നത്. ഇതിൽ വിദേശ പണത്തിൻ്റെ ഇടപാടടക്കം നടന്നു. അതിൽ ആ നീക്കങ്ങളിലേക്ക് അന്വേഷണം കടക്കുമ്പോൾ നിലവിൽ SIT നടത്തിയ അന്വേഷണം ഒരു വട്ടം കൂടി ഒരുപക്ഷെ SITയുടെ കസ്റ്റഡിയിലുള്ള പ്രതികളെ വീണ്ടും വിളിച്ചു വരുത്താനോ അല്ലെങ്കിൽ അവരെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ നൽകാനോ ഉള്ള നീക്കങ്ങളൊക്കെ ഇ ഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ഈ സ്വർണ്ണക്കടത്തിൽ നടന്ന സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ, അതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഇ ഡിക്ക് മുന്നിലേക്ക് വരുന്ന വിഷയം അതാണ്. അത് സ്വാഭാവികമായും ആ തരത്തിലേക്ക് തന്നെ അന്വേഷണം കടക്കാൻ തന്നെയാണ് സാധ്യത. അവിടെയാണ് പുരാവസ്തു തട്ടിപ്പ് അടക്കമുള്ള മറ്റ് വിഷയങ്ങളിലേക്ക് കൂടി അന്വേഷണം കടന്നു പോകാനുള്ള സാധ്യത. ഇ ഡി ഒരു കേന്ദ്ര ഏജൻസിയാണ്, നമുക്കറിയാം. കേന്ദ്ര ഏജൻസി ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ അതുണ്ടാക്കുന്ന രാഷ്ട്രീയ സാഹചര്യം കൂടി മറ്റൊന്നുകൂടിയുണ്ട്. അപ്പോൾ ഒരേ സമയം അന്വേഷണ നീക്കങ്ങൾ ഒരു വശത്ത്, അതേസമയം സർക്കാരിനും മുന്നിലുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധി കൂടി ഈ ശബരിമല കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരികയാണ്. കേന്ദ്ര ഏജൻസി കൂടി കളത്തിലിറങ്ങുന്നതോടുകൂടി അന്വേഷണം കൂടുതൽ ത്വരിതമായി മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കും. ശരി, TG സജിത്താണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.